വളപട്ടണത്തെ ആ കവർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളത് പോലീസ് കമ്മീഷണർ ഇപ്പോൾ വിശദീകരിക്കും. ലിജീഷ് എന്ന ഈ അഷ്റഫിൻ്റെ അയൽവാസി എങ്ങനെയാണ് തന്ത്രപരമായി വീടിൻ്റെ അടുക്കളയുടെ ജനലുകൾ അറുത്തുമാറ്റി ഉള്ളിൽ കടന്ന് CCTVയിൽ പെടാതെ 1 കോടി രൂപയും 300 പവനും അടിച്ചുമാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വീടിൻ്റെ കിടപ്പുമുറിയിലെ കട്ടിലിൻ്റെ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന അറയിൽ സൂക്ഷിച്ചിരുന്നത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി പോലീസിന് കിട്ടിയിട്ടുണ്ടാവും. പോലീസ് അല്പസമയം മുമ്പ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. തൊണ്ടി മുതൽ ലിജീഷിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. 1 കോടി രൂപയും കട്ടിലിനടിയിൽ ഇങ്ങനെ അട്ടിയായിട്ട് അടുക്കി വെച്ച ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാം. ഏത് കട്ടിൽ എങ്ങനെയാണ് പ്രത്യേക അറയുണ്ടാക്കിയത്, ഇതാണ് കട്ടിൽ തിരിച്ചിട്ടപ്പോൾ അതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള അറ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ആ അറയ്ക്കുള്ളിൽ ഇങ്ങനെ പൈസ നിരത്തി വെച്ചിരിക്കുകയാണ്, നോട്ടുകെട്ടുകൾ അല്ലേ. ഇത്രയും നോട്ടുകെട്ടുകൾ എങ്ങനെയാണ് അയാൾ അവിടെ നിന്ന് കടത്തിയത് എന്നതും സംശയകരമാണ്. വലിയ ബാഗുകളും ഒക്കെ ആയിട്ടായിരിക്കും ഒരുപക്ഷെ പോയിട്ടുണ്ടാവുക. അപ്പോൾ 1 കോടി രൂപ അവിടെയുള്ള വിവരം ലിജീഷിന് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രവുമല്ല, ലിജീഷിനെ ഈ കൃത്യത്തിൽ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിപ്പം അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാടും ഇപ്പോൾ സിറ്റീസ് പോലീസ് കമ്മീഷണർ അജിത് കുമാർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ലിജീഷിനെ അല്പസമയത്തിനകം സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കും. അർജുൻ കല്യാട് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുന്നു. നാട്ടുകാരൊക്കെ ഈ ലിജീഷിനെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. പോലീസ് ലിജീഷിനെ പിടിച്ചതിന് ശേഷം അവിടെ ലഡു വിതരണം ചെയ്തതും നമ്മൾ കണ്ടു. ഇപ്പോൾ അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, എപ്പോഴത്തേക്ക് ലിജീഷിനെ പുറത്തിറക്കും? പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണാറായോ? ആളുകൾ വരി നിൽക്കുന്നുണ്ടല്ലേ? അല്പസമയത്തിനകം തന്നെ ഈ പ്രതി ലജീഷ് സ്റ്റേഷനെ പുറത്തേക്ക് ഇറക്കും. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആൾക്കാരെല്ലാം വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ്. കാരണം ഇത്രയും വലിയ നാടിനെ ആകെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കവർച്ചയാണ്. അതും വലിയ അളവിൽ സ്വർണവും പണവും എല്ലാം തന്നെ ഇത്തരത്തിൽ കവർച്ച പോയതിൽ നാട്ടുകാരെല്ലാം വലിയ അമ്പരപ്പിലായിരുന്നു. ആ മോഷണത്തിലുണ്ടായ അമ്പരപ്പ് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടിയപ്പോഴും നാട്ടുകാർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ കേസ് ഒരുപക്ഷെ ഈ നാട്ടുകാർക്കെല്ലാം സുപരിചിതനായിട്ടുള്ള, പലപ്പോഴായി നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാധുവായിട്ടുള്ള ആളായിരുന്നു ഈ അയൽവാസിയായിട്ടുള്ള ലജീഷ് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ആ ലജീഷ് തന്നെ ഇത്തരത്തിലൊരു കവർച്ച നടത്തിയതിൽ നാട്ടുകാരെല്ലാം തന്നെ വലിയ അമ്പരപ്പിലാണ്. കാരണം ഒരു തരത്തിൽ പോലും ഇങ്ങനെ ഒരാളാണ് ഈ കവർച്ച നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് ഒരിക്കൽ പോലും നാട്ടുകാർ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ട് ഏത് രീതിയിലായിരുന്നു ഈ പ്രതിയെ പിടികൂടിയത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഈ കേസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ പിടികൂടിയത് വലിയ ആശ്വാസമാണ്. ഈ അഷ്റഫിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആസൂത്രിതമായിട്ടായിരുന്നു ഈ കവർച്ച എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം അത്തരത്തിൽ ആസൂത്രിതമായ കവർച്ച തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഇവരുടെ അഷ്റഫിൻ്റെ ബന്ധുക്കളായിട്ടുള്ളവർ ഇവിടുത്തെ ഉണ്ട്. എന്തായാലും പ്രതിയെ പിടിച്ചത് വളരെ ആശ്വാസമാണ്. ഇത് ലജീഷിന് നിങ്ങൾക്ക് എന്തെങ്കിലും മുൻ പരിചയം? ഇല്ല. ഈ വീടിന് സമീപത്തായിരുന്നു? ഇല്ല, ഞങ്ങളങ്ങനെ പരിചയമില്ല. SP വാർത്താ സമ്മേളനത്തിന് ശേഷം കൂടുതൽ പ്രതികരണം നടത്താമെന്നുള്ളതാണ് ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും രജീഷിനെ മറ്റ് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന അഷ്റഫിന്റെ ബന്ധുക്കളായിട്ടുള്ളവർ പറയുന്നത്. അഷ്റഫിന്റെ വീടും ലജീഷിന്റെ വീടും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ എന്നുള്ളതാണ്. ഇല്ല അരുൺ, അതായത് ഒരു മതിലിനപ്പുറത്ത്, അതായത് രണ്ടാമത്തെ വീട്, ഈ അഷ്റഫിൻ്റെ വീടിന് തൊട്ട് പുറകിലൊരു വീടുണ്ട്, അതിന് തൊട്ടടുത്തുള്ള വീട്. അതായത് അവിടെ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മാറി, 100 മീറ്റർ ഉണ്ടാവില്ല, അതിൽ താഴെ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ. റോഡ് മാർഗം തന്നെ സഞ്ചരിച്ചാൽ 100 മീറ്റർ മാത്രമേ ദൂരം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഒരു വീടിന് തൊട്ടടുത്ത വീട്, അതായത് അഷ്റഫിൻ്റെ മതിലിനോട് ചേർന്നൊരു വീടുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത വീടാണ് ഈ ലജീഷിൻ്റെ വീട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും അടുത്തുള്ള ഒരു വ്യക്തിക്ക് ഈ പരിസര പ്രദേശങ്ങൾ പരിചയപ്പെടുത്തേണ്ടെന്ന ആവശ്യമില്ല. CCTV ദൃശ്യം ഉൾപ്പെടെ അല്ലെങ്കിൽ CCTV എവിടെയൊക്കെയാണ് ഈ അഷ്റഫിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നേരത്തെ കാലയെ കൂട്ടി തന്നെ ഒരു നിരീക്ഷണം നടത്തി അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അർജുൻ, അത്ഭുതകരമാണ്. ഈ 1 കോടി രൂപയും ഈ സ്വർണ്ണമൊക്കെ ഈ വീട്ടിൽ കാണുമെന്ന് ഈ അർജുൻ, നമ്മുടെ ഈ കക്ഷി ലിജീഷ് എങ്ങനെ കരുതിയിട്ടുണ്ടാവും? അർജുൻ എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ടാവുക?
അതായത് ഈ KP അഷ്റഫ് കണ്ണൂരിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യാപാരിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായി ആ വീട്ടിൽ വലിയ അളവിൽ പണവും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പക്ഷേ ഇത്രയും അളവിലുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായതായിട്ടുള്ള സൂചനകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കണം 20-ാം തീയതി കവർച്ച നടത്തിയതിന് ശേഷവും പിന്നീടും ഈ ലജീഷ് അവിടത്തേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് 19-ാം തീയതി ഈ പറയുന്ന അഷ്റഫും കുടുംബവും അവിടെ നിന്ന് പോകുന്നു. 20-ാം തീയതി മോഷണം നടക്കുന്നു. അന്ന് 40 മിനിറ്റോളം സമയമാണ് ഈ വീട്ടിനകത്ത് ലജീഷ് ചെലവഴിച്ചത്. പക്ഷേ 21-ാം തീയതി വീണ്ടും ഈ ലജീഷ് ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്ന് 10 മിനിറ്റോളം സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. കൂടുതൽ സംഖ്യ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആദ്യഘട്ടം അവിടെ മോഷണം നടത്തിയപ്പോൾ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരുപക്ഷെ പണമോ സ്വർണമോ പിന്നീടെത്തി കൊണ്ടുപോകാതായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും തമാശ തോന്നുന്ന ഒരു കാര്യം, ഈ കേസ് അന്വേഷണത്തിൻ്റെ ആദ്യം തുടക്കഘട്ടത്തിൽ ലജീഷ് ഉൾപ്പെടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരിൽ പലരും പറയുന്നുണ്ട്. ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ആദ്യം CCTV പരിശോധിക്കുമ്പോഴൊക്കെ നാട്ടുകാർ അവിടെ തടിച്ചുകൂടിയിരുന്നു. ആ കൂട്ടത്തിൽ ലജീഷും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തമാശ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് നാട്ടുകാർ പലരും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലജീഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്വേഷണം നടക്കുമ്പോൾ ലജീഷ് സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒളിച്ചൊന്നും പോയില്ല. പൈസയൊക്കെ വീട്ടിൽ ഭദ്രമായി കൊണ്ട് സൂക്ഷിച്ചതിന് ശേഷം ഈ CCTV ദൃശ്യമൊക്കെ കാണുന്ന അല്ലെങ്കിൽ പോലീസ് എടുക്കുന്ന സമയത്ത് അതൊക്കെ വന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഈ റെഗുലറായിട്ടുള്ള അല്ലെങ്കിൽ ദിനം പ്രതിയുള്ള പരിശോധനയുടെ ഭാഗമായ വീടിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം നിരീക്ഷണ വിധേയമാണ് ഈ കാലഘട്ടത്തിലല്ല, ഈ 11 ദിവസത്തിനിടയിൽ. ആ കാലഘട്ടത്തിൽ ഈ പരിശോധന നടത്തുന്ന സമയത്ത് ലജീഷ് ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് എന്തെങ്കിലും ആയോ സാറേ എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടക്കുന്നു എന്നാണ് പറഞ്ഞതെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് ഈ ലജീഷ് ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കേസ് അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും ലജീഷ് അവിടെ എത്തുകയും പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് നടക്കുന്നതെന്ന് ഉൾപ്പെടെ വിലയിരുത്തുകയും ലജീഷിന്റെ